ഹലോ ഗൈസ്, ചരിത്രത്തിൽ ആദ്യമായിട്ട് ഞാൻ കടലിന്റെ അടിക്ക് സ്കൂബ ഡൈവ് ചെയ്ത് പോയാണ് തൊട്ടിലിട്ടാ. ഇതെങ്കിലും എനിക്ക് കണ്ടറിഞ്ഞാണ് ഗിന്നസ് റെക്കോർഡ് തന്നില്ലെങ്കിൽ പിന്നെ ഗിന്നസ് റെക്കോർഡൊക്കെ വെറുതെ എന്തിനാ കൊണ്ടുവച്ചു പൂട്ടി പോകാൻ നോക്കണോ എല്ലാം. ഞാൻ ഒന്നും പറയുന്നില്ല, കണ്ടങ്ങൾ എന്തെങ്കിലും കമന്റ് ഒക്കെ ഇട്ടാണ് എങ്ങനെയെങ്കിലും ഒന്ന് എത്തിക്കണത്. നിങ്ങൾ പറയും പടച്ചോണ്ടാക്കി ആദ്യത്തെ മനുഷ്യനിൽ ഒരാളാവും കടലിന്റെ അടിയിലൊക്കെ പോയിട്ട് തൊട്ടിലിട്ട്. അത് പറയും വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണിക്ക് പ്രൂഫ്. ഈ ആഫ്രിക്കയ്ക്കൊക്കെ ബുള്ളറ്റ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിൽ അറ്റിങ്ങൾ ഈ മാവേലി സ്റ്റോർക്കൊക്കെ വന്ന മാതിരി ഇങ്ങനെ ആ ബുള്ളറ്റിന്റെ ചുറ്റോടിച്ച് നിൽക്കും എന്തോ ജീവുള്ള സാധനം വിചാരിച്ചിട്ടുണ്ട്. അതേമാതിരി ഞങ്ങൾ ഈ സ്കൂബ ഡൈവിങ്ങിനെ കുറിച്ച് പറഞ്ഞ ആളെ തൊള്ളേക്ക് നോക്കിയാണ് ഇങ്ങനെ നിൽക്കണോക്കിയാണ്. കടലിന്റെ അടിയിലൊക്കെ പോയാണ് തൊട്ടിലിട്ട് ആദ്യം നല്ല പേടിൻ്റെ കേട്ടോ. ഓരോരുത്തർ ചോദിക്കാൻ എനിക്ക് പ്രാന്താണോ മോനെ എന്ന്. പിന്നെ അതാണ്ട് കെട്ടി വന്നപ്പോ മോനെ മെസ്സിയൊക്കെ വേൾഡ് കപ്പ് അടിച്ച ഫീല്. നമ്മളമ്മമാരൊക്കെ പിറ്റേന്ന് ഇഡ്ഡലി ഉണ്ടാക്കാൻ വേണ്ടി തലേന്ന് അരി വെള്ളത്തിലിടുക. അതേമാതിരി ആ പാവത്തിന് വെള്ളത്തിൽ മുക്കണ നോക്കിയാണ്. ലക്ഷദ്വീപത്തെ ആൾക്കാർ ഭയങ്കര സ്നേഹമാണെന്ന് ഞാൻ കുറെ കേട്ടിട്ടാ. പക്ഷെ മോനെ ഈ ഒരു മുതലും ഭയങ്കര ഞങ്ങളങ്ങോട്ട് സ്നേഹിച്ച് കൊല്ലേൻ. ഇപ്പോഴൊക്കെ ലക്ഷദ്വീപിൽ മോനെ കിടിലൻ കിളി പോണ സീസൺ കേട്ടാ. നിങ്ങൾക്ക് പോവാൻ പൂതി ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്റ്റും ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തുട്ടാ. നേരെ പോയി മെസ്സേജ് അയച്ച് നേരെ പോയിക്കോളി. അവിടെ ഒരു 3-4 ദിവസം നിന്നിട്ട് ഇങ്ങോട്ട് പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ചൂണ്ടിട്ടിട്ട് ഒരു മീൻ കിട്ടുന്നത് കേട്ടോ. അതും ലക്ഷദ്വീപ്. ഇവിടെ ചൂണ്ടിട്ടാലും മീൻ കിട്ടും. ഇതിനെ പിടിച്ചു നോക്കിയിട്ട് അണീറോസിനൊക്കെ പിടിച്ചൊരു ഫീൽ. എനിക്ക് മീൻ കിട്ടിയാണ്ടാണ് ഇവരെല്ലാരും മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടാ. പക്ഷെ ഓൽക്കൊക്കെ കിട്ടണം എന്താ വെച്ചാൽ നമ്മളെ വടക്കുംപാട് പോയെന്ന് കിട്ടണ തീട്ടപ്പിലാപ്പിന്റെ അടുത്ത സാധനം എന്നിട്ട് ആരും കാണണ്ട വിചാരിച്ചാണ്ട് അത് ട്രൗസറിന്റെ ഉള്ളിലൊക്കെ ഇടാൻ നിന്നിനി. എന്നാലും ഈ മീനൊക്കെ കാണാൻ എന്തൊരു രസമല്ലേ. വാട്ട് എ സെക്സി ലുക്ക് ബ്രോ. വടക്കുംപാട് പോയല്ലടാ. തവണ ചാട്ടേ